ഹായ് ഡിയേഴ്സ്, ആർഗിൽ വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഒക്കെ ഇടണത്. അപ്പോൾ ഇന്നൊരു യാത്രയാണ്. കർക്കിടകം 1 വടക്കുന്നാഥനിൽ ആനയൂട്ട് കാണാൻ പോകാനുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഒരു 6:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും അപ്പു ഉണ്ട് കേട്ടോ. അപ്പുണ് വണ്ടി ഓടിക്കണതേ. അപ്പോൾ അതാനാ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ റെയിൻ കോട്ടൊക്കെ ഉള്ള കാരണം അതൊക്കെ ഇട്ട് പോയിട്ടോ. അങ്ങനെ പാലൊക്കെ കയറി ഇരിഞ്ഞാലക്കുട വഴിയാണ് പോകുന്നത്. തൃശ്ശൂർ വളർന്നെങ്കിലും ഇതുവരെ തൃശ്ശൂർ പൂരമോ ആനയൂട്ടോ ഇതൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായില്ല. ഈ വർഷമാണ് ആനയൂട്ട് കാണാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റാണേ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭാരത ഹോട്ടലിൽ 2 പേര് മസാല ദോശയൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ച് വടക്കുന്നാഥനിലേക്ക് പോകണം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ അത്ര തിരക്കില്ലാന്നാണ് ആൾക്കാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ചാറ്റൽ മഴ കാരണം എല്ലാവരും കോട്ടും കുടയൊക്കെ പിടിച്ച് പോകണം. പിന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ അത് കാരണം കുട്ടികൾക്കൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റി. അങ്ങനെ എന്ത് ഭംഗിയാലേ വടക്കുന്നാഥനൊക്കെ കാണാനായിട്ട്. കടകളൊക്കെ ഉണ്ടായിട്ടാ. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ അങ്ങോട്ട് നടക്കണം. ആനയിട്ട് കണ്ടിട്ടുള്ളവരൊക്കെ പറയണേ, ഇഷ്ടമാണോ എന്നൊക്കെ പറയണം. അങ്ങനെ ആലിൻ്റെ അവിടേക്ക് മിനിയേച്ചർ ആനകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് രസമാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ആനകളെ ഉള്ളിലേക്ക് കയറ്റുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ പോയി. അപ്പോൾ ഞങ്ങളുടെ പാർക്കുട്ടി ഉണ്ടായിട്ടാ. നമ്പ്യാങ്കാവിന്റെ മുറ്റത്ത് നിന്നും കടന്നു വരികയാണവൾ. കാലത്തിന്റെ ഇടനാഴിയിൽ മാറ്റത്തിന്റെ പടഹധ്വനി മുഴക്കിയ ഗജവസന്തം ഗജറാണി നമ്പ്യാങ്കാവ് ശ്രീ പാർവതി. ജീവിത വഴികളെ പ്രതിസന്ധിയുടെ നിഴൽ കാലത്തെ വിജയിച്ചു കടന്നു വന്നവൾ. ശ്രീ വടക്കുന്നാഥന്റെ കൃപ കൊണ്ട് തന്റെ നല്ല ജീവിതം തിരികെ പിടിച്ചവൾ. കാലത്തിന്റെ മുന്നിൽ കരുത്ത് തെളിയിച്ചുകൊണ്ട് തിരികെ വന്നപ്പോൾ ഗജലോകം ഇരുകയും നീട്ടി സ്വീകരിച്ച വിസ്മയം. തൃശ്ശൂരിന്റെ മണ്ണിൽ വന്നെത്തിയ വർഷം മുതൽ വടക്കുന്നാഥൻ ആനയൂട്ടിന്റെ നിറസാന്നിധ്യം. വേറിട്ട വിസ്മയങ്ങളെ നെഞ്ചോട് ചേർത്ത് തൃശ്ശൂർ പേരൂരിന്റെ മണ്ണിലെ ഗജപ്പിറവി ഗജറാണി നമ്പ്യാങ്കാവ് വാഴുന്ന രണ്ടാമൻ ഗജരാജരാജന്റെ സൗന്ദര്യത്തോടൊപ്പം ഗണ്യമായ സാഹോദര്യത്തിന്റെ മഹിമ നിറയ്ക്കുന്നവൻ ത്രിലോക കേസരി പാമ്പാടി സുന്ദരൻ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ മഹാഗണപതി ഹോമം നടക്കുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ച് ആനകളുടെ ആനയൂട്ട് തുടങ്ങിയിട്ടാ. അവിടുത്തെ മേൽശാന്തിയാണ് ആനകൾക്ക് ഉരുള കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാനും കൊടുത്തു. കരിമ്പ് കിട്ടി എനിക്ക്. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കണവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്ന് അങ്ങനെ ആനകൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ആനകളും സന്തോഷം, നമ്മളും ഹാപ്പി. ആനകൾ കുട്ടപ്പന്മാരെ വയറൊക്കെ നിറഞ്ഞു. 63ഓളം ആനകൾ പങ്കെടുത്തതാണ് ആനയൂട്ട്. വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാണാൻ സാധിച്ചതിലും നന്ദി. പറയാതെ തന്നെ ആനക്കുട്ടപ്പന്മാർ തൊഴുത് നിൽക്കുകയാണ്. അപ്പോൾ ആനയൂട്ടിൽ പങ്കെടുത്തവർ പറയണം. ഇപ്പോഴാണ് തിരക്ക് കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ആനകൾക്ക് ഉരുളകളായിട്ട് ചോറൊക്കെ കൊടുക്കണിട്ടാ. എന്താ ഭംഗിയല്ലേ ആനകളെ കാണാനായിട്ട്. ആനകളെ കാണാനും തൊടാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വരെ സാധിച്ചു. അപ്പോൾ ഉള്ളിലൊന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. ഇന്ന് പ്രത്യേക ദിവസമായതിനും ഉള്ളിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ആനയുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഉള്ളിൽ നിന്നൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത്. നമ്മുടെ നമ്പ്യാങ്കാവ് പാർക്കുട്ടി എത്തിയല്ലോ. അപ്പോൾ നടന്ന് വരുന്നുണ്ട് ആൾ ക്ഷീണതയായി. അങ്ങനെ അവിടെ നിന്നിട്ട് എല്ലാവരും അതിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കലും അതിന് ഐസ്ക്രീമും ഇതൊക്കെ കൊടുക്കലായിരുന്നിട്ടാ. നമ്മുടെ പാർക്കുട്ടിക്ക്
തണ്ണിമത്തനൊന്നും അങ്ങനെ ഇഷ്ടമല്ല. ഈ പാർലേജി ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ഡയറി മിൽക്ക് അങ്ങനത്തെയൊക്കെയാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ അതാ ഞാനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയാണ്. ചെറുതായി പേടിയൊക്കെ ഉണ്ട്, എന്നാലും ആളായിട്ട് ഇണക്കായി. ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ.